ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആനയൂട്ടാണ്. തെക്കിന്റെ ഏറ്റവും വലിയ ഗജമേള നടക്കുന്ന മണ്ണിത കർക്കടക മാസത്തിന്റെ പുണ്യവുമായി ആനയൂട്ടിനായി ഒരുങ്ങി നിൽക്കുകയായി. ആനപ്രിയനും ആനകളിൽ അനുഗ്രഹം ചൊരിയുന്നവനുമായ ആനയടി തമ്പുരാന്റെ തിരുമുന്നിൽ ആനയൂട്ടൊരുങ്ങുകയായി. ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി ആനയടിയുടെ ഹൃദയം കവർന്ന ആനയടിക്കാരൻ അപ്പുവിന്റെ മണ്ണിലെ ആനയൂട്ട്. അതെ, ആവേശത്തിന്റെ പ്രതീകം കുറിക്കുന്ന ആനയടിയുടെ ആനയൂട്ട് ആനപ്രേമികളെയും ആനയടി തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ജനഹൃദയങ്ങളുടെ ആരവങ്ങളാൽ പുളകം കൊള്ളുന്ന ആനയടിയുടെ ആവോളം വിസ്മയിപ്പിച്ച ഛത്രപതിയുടെ കയ്യിൽ പിടിച്ച് നരസിംഹമൂർത്തിയുടെ മണ്ണിലെ ആനയോട് കൂടുവാൻ കടന്നു വരികയാണവൻ. എണ്ണം പറഞ്ഞ വേദികളിൽ മാത്രം എഴുന്നള്ളി നിന്ന് ശീലിച്ച അക്ഷരനഗരിയുടെ നിത്യഹരിത നായകൻ ആന കേരളത്തിന്റെ ആഢ്യം തമ്പുരാൻ ഐരാവത സമസൂര്യപ്രഭാവൻ ഗജരാജരത്നം കാഞ്ഞിരക്കാട്ട് ശേഖരൻ. ഇതാ എണ്ണം പറഞ്ഞ ആൺപിറവികൾക്ക് മുന്നിൽ എന്നും വഴികാട്ടി നടത്തിയ സാരഥി അടിവാരം ബിജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആനയടിയുടെ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. ആന കേരളത്തിന്റെ പൂവാലൻ, ആന കേരളമാക്കുവാൻ ചിഞ്ചിലം പ്രദേശ് കൊണ്ടുവരികയാണ് അവനെ. ആന കേരളത്തിന്റെ വീരതാരനായകൻ സാക്ഷാൽ ആമ്പല്ലൂർ സിംഹം ഊട്ടേളി അനന്തനെയും പൂരനഗരിയുടെ സൗമ്യ ശ്രേഷ്ഠൻ പാറന്നൂർ നന്ദനെയും അഴകിന്റെ രാജാധിരാജനായ വീരൻ പെരുമാൾ സാക്ഷാൽ പാമ്പാടി രാജനെയും ഈ മണ്ണിന്റെ വിരിമാറിൽ കൊണ്ടുവന്ന ചരിത്രം തിരുത്തിയ ചിഞ്ചിലം പ്രദേശ് കൊണ്ടുവരികയാണ് ആനയൂട്ടിനായിട്ടവനെ. ഇവൻ പൂരത്തിന്റെ ആരവങ്ങളിൽ മുങ്ങി നിവരുന്ന ആനയടിയിൽ ആവേശത്തിന്റെ പ്രതിരൂപം സൃഷ്ടിച്ചവൻ. ആനയടിക്കാരുടെ ഹൃദയത്തിൽ ആവേശത്തിന്റെ പ്രതിഫലനം പലകുറി സൃഷ്ടിച്ച ചരിത്രമുള്ളവൻ. ഇതിഹാസ യുവത്വങ്ങൾക്ക് അകരാരിൽ സ്ഥാനം നൽകിയ തെക്കൻ മലയാളത്തിന്റെ ഏറ്റവും മികച്ച യുവരാജാവ്. എന്തിനും പോകുന്ന ആനച്ചന്തങ്ങൾ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന പുത്തൻകുളത്തിന്റെ അഭിമാന പൗരുഷം. ഇതാ തന്റെ പ്രിയ സാരഥി മുഖത്തല മണിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ആനയടിയുടെ പൊൻഭൂമിയെ പുളകം കൊള്ളിക്കുവാൻ വരികയാണ് അനന്തപത്മനാഭൻ. ഈ നാടിന്റെ ആവേശങ്ങൾക്ക് എക്കാലവും സാക്ഷ്യം വഹിക്കുന്ന ചിഞ്ചിലം പ്രദേശിന്റെ തമ്പുരാൻ ഷൺമുഖപ്രിയ യുവരാജ കൊടുമുടി ഇളമുറ തമ്പുരാൻ പുത്തൻകുളം അനന്തപത്മനാഭൻ. പള്ളിയോടങ്ങളുടെ നാട്ടിലെ ഗജമഹാറാണി കോടനാടിന്റെ മണ്ണ് മലയാള നാടിനായി സമ്മാനിച്ചു നാട്ടിൽ പിടിയാന ചെന്നും ഗജകുല താമരക്കർണി ഓതറ പുതുക്കുളങ്ങര ശ്രീ പാർവതി. അതെ,
പൊന്നുകെട്ടിയ പള്ളിയോടങ്ങൾ കഥ പറയുന്ന നാട്ടിൽ നിന്നും പ്രൗഢഗംഭീരമായ ആനയോട് കൂടുവാൻ കടന്നു വരികയാണ് ശ്രീ പാർവതി. ഓടറയുടെ അഭിമാനമായിരുന്ന ഓടറവേശം ശ്രീ ശങ്കരിക്ക് ശേഷം ശ്രീ മഹാദേവിയെ അകതാരിൽ സേവിക്കുന്നവർ. കുറഞ്ഞതൊന്നും തന്റെ ശൈലികളിൽ ഇല്ലെന്ന് വേദികളിൽ തെളിയിച്ചിട്ടവൻ ഇതാ ആവേശം അലയടിക്കുന്ന ആനയടിയുടെ ആഘോഷഭൂമിയിൽ ആനയോട് കൂടുവാൻ അവതരിക്കുകയാണ്. ആരാണ് താനെന്ന ആവേശത്തിന്റെ രീതി എന്തെന്നും ആന കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരേ രക്ഷു ആന കേരളത്തിന്റെ ഏകതാരിൽ അഭിമാനമായ വീരഹസ്തി അഘോരമൂർത്തി ദാസൻ ഗജശ്രീ കോന്നി വകയാർ ചൈത്രം അച്ചു. നായകത്വം വഹിച്ചുകൊണ്ട് അയോധ്യ സംഗമത്തിന്റെ ചുണക്കുട്ടികൾ കൊണ്ടുവരികയാണവരെ. ഇവൻ ശ്രീ ബാലഭദ്രയ്ക്ക് പ്രിയനായി തണ്ണീർക്കരയുടെ ഹൃദയത്തിൽ വാഴുന്ന തമ്പുരാൻകുട്ടി. താരമലയാളത്തിന്റെ വീരസിംഹാസനത്തിലേക്ക് തികഞ്ഞ മൂല്യവുമായി കടന്നു ചെല്ലുന്നവൻ. അയോധ്യ സംഗമത്തിന്റെ താരനായകൻ യുവരാജ കുംഭീകുലോകവൻ ബാലഭദ്രപ്രിയൻ തണ്ണീർക്കര മണികണ്ഠൻ. ആവേശവും കൊതിച്ചു നിൽക്കുന്ന ആരവങ്ങളും സാക്ഷിയാകുമ്പോൾ സാരഥി മൺറോ തുരുത്ത് സാബുവിയോടൊപ്പം അയോധ്യ സംഗമത്തിന്റെ നായകനായി കടന്നു വരികയാണവൻ. ആന കേരളത്തിന്റെ അഭിമാന താരമായ ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധുവിനെയും അക്ഷരനഗരിയുടെ ഉഗ്രപ്രതാപി അഘോരമൂർത്തിപ്രിയൻ ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻകുട്ടിയെയും ഇവിടുത്തെ പൂരഭൂമിക്ക് കാഴ്ചവെച്ച അയോധ്യ സംഗമത്തിന്റെ കൈകൾ പിടിച്ചു വരികയാണവൻ. തണ്ണീർക്കരയുടെ വടിത്തട്ടിൽ നിന്നും താരമൂല്യത്തിന്റെ രാജകീയതയിലേക്ക് കുതിക്കുന്ന യുവരാജാവ്. പൂരമലയാളത്തിന്റെ ഭാവി ജാതകത്തിൽ വിജയത്തിന്റെ സൂര്യനായ അവതാരം കൊള്ളേണ്ടുന്നവൻ. തെക്കൻ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ പൂരഭൂമികൾ അടക്കി ഭരിച്ച വടക്കിന്റെ വേലപ്പാടങ്ങളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നവൻ. കടന്നു അലങ്കാരവും സംസ്കാരത്തിന്റെ പ്രതീകവും പൈതൃകവും എല്ലാം നിലനിർത്തുന്ന മാതംഗ ജന്മങ്ങൾ. അത് വിശ്വാസത്തിന്റെ ഭാഗമായി മലയാളികളുടെ മനസ്സിൽ ഉറച്ച സ്ഥാനം നേടിയ ഗണപതി സങ്കല്പത്തോടുകൂടി എന്നുമെന്നും നാം മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ഗജസ്വരൂപങ്ങളാണ്. ആ ഗജസ്വരൂപങ്ങൾക്ക് പ്രത്യക്ഷ ഗണപതിയായി കണ്ടുകൊണ്ട് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലിത മറ്റാചാര്യ ശ്രേഷ്ഠന്മാരുടെ പങ്കാളിത്തത്തിൽ ആചാര്യവിധികളോടുകൂടി തന്ത്രമന്ത്രമുഖരിതമായി ഭാവിയിൽ തേജസ്സുറ്റതാവട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി പൂജാവിധാനങ്ങളോടുകൂടി സമർപ്പിക്കുന്നു ഗജപൂജ. എത്ര കരിവീര വസന്തങ്ങളെ കണ്ടാലും മതിവരാത്ത ആനപ്രിയനാണ് നരസിംഹൻ. ഭക്തപ്രഹ്ലാദനായി ഈ മണ്ണിന്റെ നാഥനായി നരസിംഹമൂർത്തി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി. ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഗജവാഹന പ്രിയനാണ് ഭഗവാൻ. എത്ര ആനകളെ കണ്ടാലും എത്രത്തോളം ആഘോഷങ്ങളെ മതിവരാത്തത്തോളം കാണുവാനും അതിൽ പങ്കുചേരുവാനും ആഗ്രഹിക്കുന്ന ഭഗവാന്റെ മണ്ണാണ്. ഈ ആഘോഷങ്ങളിൽ, ഈ തനിമയിൽ, ഈ ആഘോഷപ്പൊലിമയിൽ ഭഗവാനുമുണ്ട്. ആനപ്രിയനായ ആനയടി തമ്പുരാന്റെ മണ്ണിൽ
വീണ്ടും ഈ പുണ്യഭൂമിയിൽ ഗജവിവരണത്തോടുകൂടി വന്നു ചേരുവാൻ വീണ്ടും സാധിച്ചതിൽ ആനയെഴുത്തമ്പുരാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. 2019 ആനയടി ഗജമേളയോടുകൂടി ഇവിടെ ആരംഭിച്ച ഗജവിവരണം ആനയടി ദിവസത്തിന്റെ നിർലോഭമായ സ്നേഹവും പ്രോത്സാഹനങ്ങളും എല്ലാ കാലവും കൂടെ ചേർത്തുകൊണ്ട് ഞങ്ങളുടെ 1000 സ്നേഹവും അറിയിക്കുകയാണ്. ഈ മണ്ണിലേക്ക് എല്ലാം തികഞ്ഞ ആനയുടെ തമ്പുരാന്റെ മണ്ണിലേക്ക് വീണ്ടും ഒരു പൈതലായി സംയുക്ത ആശുപത്രി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പും ബഹുമുഖ പ്രതിഭയുള്ള അനുമോദനവും ക്ഷേത്ര ആയുധത്തിൽ സമാരംഭിക്കുകയാണ്. കഴിക്കുന്നില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട്
ഓടല്ലേ ഓടല്ലേ ദേശീയ